ഹലോ ഫ്രണ്ട്സ്, ട്രാവൽ വിത്ത് ജെയം ക്രിയേഷൻസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡൽഹിയിലെ മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാജഹാൻ ചക്രവർത്തി പണി കഴിപ്പിച്ച അതിമനോഹരമായ ലാൽ കില എന്നറിയപ്പെടുന്ന ചെങ്കോട്ടയാണ്. തിങ്കളാഴ്ച ഒഴികെ എല്ലാ ദിവസവും ഇവിടേക്ക് സന്ദർശകർക്ക് പ്രവേശനം ഉണ്ട്. നമ്മുടെ ഇന്ത്യക്കാർക്ക് 50 രൂപയും മറ്റുള്ളവർക്ക് 600 രൂപയുമാണ് പ്രവേശന ചാർജ്. കോട്ടയ്ക്കകത്തുള്ള മ്യൂസിയം കാണണമെങ്കിൽ ഇന്ത്യക്കാർക്ക് 80 രൂപയും വിദേശികൾക്ക് 950 രൂപയുമാണ് ഈടാക്കുന്നത്. രാവിലെ 9:30 മുതൽ വൈകിട്ട് 4:30 വരെയാണ് പ്രവേശന സമയം. ഡൽഹി മെട്രോ വഴി കോട്ട കാണാനെത്തുന്നവർക്ക് ലാൽ കില എന്ന പേരിലുള്ള മെട്രോ സ്റ്റേഷൻ തന്നെയാണ് ഏറ്റവും അടുത്തായിട്ടുള്ളത്. ഷാജഹാൻ ചക്രവർത്തി കില-ഇ മുഹല്ല എന്ന് പേരിട്ടിരുന്ന ഈ കോട്ട ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവിലാണ് സ്ഥിതി ചെയ്യുന്നത്. 17ാം നൂറ്റാണ്ടിൽ മുഗൾ ഭരണാധികാരികൾ വസിച്ചിരുന്നതും ഈ കോട്ടയിലായിരുന്നു. യമുന നദിയുടെ തീരത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. 1857 അന്നത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ സഫറിൽ നിന്നും ബ്രിട്ടീഷ് ഭാരത സർക്കാർ കോട്ട പിടിച്ചെടുത്തു. അതുവരെ ഇത് മുഗൾ രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. കോട്ടയുടെ പടിഞ്ഞാറേ വശത്ത് ലാഹോറി ഗേറ്റ്, തെക്ക് വശത്ത് ഡൽഹി ഗേറ്റ് എന്നിങ്ങനെ 2 പ്രധാന കവാടങ്ങളാണ് കോട്ടയ്ക്കുള്ളത്. ചുവന്ന മണൽക്കൽപ്പാളികൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ലാഹോറി ഗേറ്റിൻ്റെ ഇരുവശവും ഗോപുരങ്ങളുണ്ട്. രണ്ടിനുമിടയിലായി 7 വെണ്ണക്കൽ മിനാരങ്ങളും നമുക്ക് കാണാം. ലാഹോറി ഗേറ്റിന് മുകളിൽ എപ്പോഴും ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക പാറിക്കളിക്കുന്നതും നമുക്ക് കാണാവുന്നതാണ്. ലാഹോറി ഗേറ്റിന് തൊട്ടു മുമ്പിലുള്ള ഈ തട്ടിൽ നിന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ പ്രസംഗം നടത്താറുള്ളത്. ലാഹോറി ഗേറ്റ് കടന്നു ചെല്ലുന്നത് ഇരുവശത്തും വാണിജ്യ സ്ഥാപനങ്ങളോട് കൂടിയ ഒരു ഇടവഴിയിലേക്കാണ്. ചാത്ത ചൗക്ക് അതല്ലെങ്കിൽ ചാത്ത ബസാർ എന്നും ഇത് അറിയപ്പെടുന്നു. മേൽക്കൂരയുള്ള ചന്ത എന്നാണ് ഇതിനർത്ഥം. മേൽക്കൂരകളുള്ള ഇത്തരം വാണിജ്യ സ്ഥാപനങ്ങൾ 17ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ വളരെ കുറവായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഈ ചന്തയിൽ രാജകുടുംബത്തിനുള്ള ആഡംബര വസ്തുക്കൾ മാത്രമാണ് വിൽപ്പനയിലുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ ചെന്നെത്തുന്നത് നോബത്ത് ഖാന എന്ന പേരിൽ അറിയപ്പെടുന്ന ഡ്രം ഹൗസിലേക്കാണ്. ഇവിടെയായിരുന്നു മുഗൾ ഭരണകാലത്ത് വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നത്. നോബത്ത് ഖാനയുടെ നേരെ മുമ്പിലായി കാണുന്ന ഈ മന്ദിരമാണ് ദീവാനി ആം. ഇവിടെ വെച്ചാണ് ചക്രവർത്തി സാധാരണ ജനങ്ങളുമായി അഭിസംബോധന ചെയ്തിരുന്നത്. ഇതിനകത്ത് ഒരു അരികിലായി കാണുന്ന ഈ അലങ്കരിക്കപ്പെട്ട വെണ്ണക്കൽ തട്ടിലാണ് ചക്രവർത്തിയുടെ ഇരിപ്പിടം. ഈ കാണുന്ന ചെറിയ മന്ദിരമാണ് മോത്തി മസ്ജിദ്. ഔറംഗസീബ് പണി കഴിപ്പിച്ച മസ്ജിദാണിത്. അതിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നതാണ് ഖാസ് മഹൽ. മുഗൾ കൊട്ടാരങ്ങളിൽ ചക്രവർത്തിയുടെ സ്വകാര്യ മുറികളെയാണ് ഖാസ് മഹൽ എന്നറിയപ്പെടുന്നത്. ചക്രവർത്തിയുടെ സ്വകാര്യ ആരാധനകൾക്കും മറ്റും ഇതിലെ മുറികൾ ഉപയോഗിച്ചിരുന്നു.
കാസ് മഹലിൻ്റെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നതാണ് റംഗ് മഹൽ. നിറപ്പകിട്ടാർന്ന ഇതിൻ്റെ ഉൾവശം കൊണ്ടാണ് ഇതിന് റംഗ് മഹൽ എന്ന പേര് വന്നത്. മോത്തി മസ്ജിദിനും കാസ് മഹലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഹമാം അഥവാ റോയൽ ബാത്ത്. മുഗൾ കൊട്ടാരങ്ങളിൽ ചക്രവർത്തി ഉന്നത പ്രഭുക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്ന മന്ദിരമാണ് ദീവാനി കാസ്. തൂണുകളിലെ വെള്ളക്കല്ലുകളിൽ വിവിധ വർണ്ണങ്ങളിലുള്ള കല്ലുകൾ കൊണ്ട് അലങ്കാരപ്പണികളും ചെയ്തതായി നമുക്ക് കാണാം. ഇതേ നിരയിൽ തന്നെ ഏറ്റവും അറ്റത്തായി സ്ഥിതി ചെയ്യുന്നതാണ് മുംതാസ് മഹൽ. ഇതിൻ്റെ തൂണുകളും ചുമരിൻ്റെ അടിഭാഗങ്ങളും വെണ്ണക്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചവയാണ്. കമാനങ്ങൾ കൊണ്ട് തിരിച്ചിട്ടുള്ള 6 മുറികളാണ് നമുക്കിതിനകത്ത് കാണാനാവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.